ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കുടുംബശ്രീ ഹരിതകർമ്മസേനയിൽ കോർഡിനേറ്റർ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് 2024 ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഓഫ്ലൈനായി അപേക്ഷിക്കുക. ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള വിജ്ഞാപനം കുടുംബശ്രീ പുറത്തിറക്കി. ആകെ 53 ഒഴിവുകളിലേക്ക് ബോർഡിൻ്റെ ഈ റിക്രൂട്ടിംഗ് ഡ്രൈവ് നടക്കുന്നത്. അതിനാൽ ഈ അത്ഭുതകരമായ തൊഴിൽ അവസരത്തിനായി രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ള അപേക്ഷകർ വലുതുമായ വിശദാംശങ്ങൾക്കായി ഈ മുഴുവൻ ലേഖനവും പരിശോധിക്കേണ്ടതാണ്. ബോർഡ് ഓഫ്ലൈൻ അപേക്ഷ സമർപ്പണം 29 ഓഗസ്റ്റ് 2024 മുതൽ ആരംഭിച്ചിരുന്നു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 13 സെപ്റ്റംബർ 2024 ആണ്. നെക്സ്റ്റ്, കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് 2024 അവലോകനം. ബോർഡ് കുടുംബശ്രീ പോസ്റ്റ് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഒഴിവുകൾ 53. 2024 ഓഗസ്റ്റ് 29 മുതൽ അപേക്ഷിക്കുക. അവസാന തീയതി 13 സെപ്റ്റംബർ 2024 ആണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. പ്രയോഗിക്കുക മോഡ് ഓഫ്ലൈനാണ്. നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ജോലി സ്ഥലം കേരളമാണ്. നില അറിയിപ്പ് പുറത്ത്. കുടുംബശ്രീ ഒഴിവ് 2024 ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഈ നിർദ്ദിഷ്ട റിക്രൂട്ട്മെൻറ്റിനായി വിജ്ഞാപനം ചെയ്ത ആകെ ഒഴിവുകളുടെ എണ്ണം 53 ആണ്. ഒഴിവുകളുടെ വിതരണം താഴെ കൊടുക്കുന്നു. കുടുംബശ്രീ ഒഴിവ് 2024 ഹരിതകർമ്മസേന കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഈ നിർദ്ദിഷ്ട റിക്രൂട്ട്മെൻറ്റിനായി വിജ്ഞാപനം ചെയ്ത ആകെ ഒഴിവുകളുടെ എണ്ണം 53 ആണ്. ഒഴിവുകളുടെ വിതരണം താഴെ കൊടുക്കുന്നു. ഹരിതകർമ്മസേന കോർഡിനേറ്റർ 53 പോസ്റ്റ്. യോഗ്യത: ബോർഡ് അംഗീകൃത ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള അപേക്ഷകർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അർഹതയുള്ളവരാണ്. യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഔദ്യോഗിക അറിയിപ്പ് പരിശോധിക്കുക. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത്. കുറഞ്ഞത് 25 മുതൽ പരമാവധി 40 വയസ്സ് വരെ പ്രായമുള്ള അപേക്ഷകർ അപേക്ഷിക്കാൻ യോഗ്യരാണ്. സംവരണ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായത്തിൽ ഇളവ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിലനിർത്തിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ് എല്ലാ അപേക്ഷകർക്കും 200 രൂപയാണ്. ശമ്പളം: തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ബോർഡിൽ നിന്ന് പ്രതിമാസം 10,000 മുതൽ 25,000 രൂപ ശമ്പളം ലഭിക്കാൻ അർഹതയുണ്ട്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. റിക്രൂട്ടിംഗ് കമ്മിറ്റി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് ഓഫ്ലൈൻ മോഡിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.